നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിത സംഘടനകൾ ഒരിക്കലും നമ്മുടെ രാജ്യത്ത് അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള താക്കീത്. ശരി, പോകട്ടെ. പോപ്പുലർ ഫ്രണ്ടുമായി വരുന്ന വിഷയങ്ങൾ വിടാം. എസ് ഡി പി ഐ എന്ന് പറയപ്പെടുന്നത് ആരാണ്? എസ് ഡി പി ഐയും ഇതുപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരു വകഭേദമാണ്. ഈ എസ് ഡി പി ഐ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതാണ് വിമർശന വിധേയവുമാകുന്നത്. വിമർശിക്കുന്നത് മറ്റാരുമല്ല, ഇ പി ജയരാജൻ, എൽ ഡി എഫിൻ്റെ കൺവീനർ. വാഗ്ദാനം നൽകിയാണ് കോൺഗ്രസ് എസ് ഡി പി ഐ പാട്ടിലാക്കിയിരിക്കുന്നത് എന്നാണ് ജയരാജൻ കരയുന്നത്. ജയരാജൻ എന്താണ് ഇത്ര വിമുഖത കോൺഗ്രസിനെ എസ് ഡി പി ഐ പിന്തുണയ്ക്കുന്നതിൽ? പിന്തുണയ്ക്കായിട്ട് വി ഡി സതീശനും കൂട്ടരുമൊക്കെ കുറേ നാളായി എസ് ഡി പി ഐ പിന്തുടരുകയായിരുന്നു എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. നിരോധിക്കപ്പെട്ട പി എഫ് ഐയുടെ രാഷ്ട്രീയ മുഖമാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് എന്നാണ്. അത് ഇവർക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ജയരാജൻ പറയുന്നത് കേട്ടോ. അതായത് കോൺഗ്രസിൻ്റെ വർഗീയ പ്രീണന നയവും അധപ്പതനമാണ് ഇത് എന്നാണ്, അതിൻ്റെ അധപ്പതനമാണ് എന്നാണ് ജയരാജൻ ഇതിനെ കുറ്റപ്പെടുത്തുന്നത്. ബി ഡി സതീശൻ്റെ കൂട്ടരും കുറേ കോൺഗ്രസ്സുകാരും ഒക്കെ കുറേ നാളുകളായി ഈ എസ് ഡി പി ഐ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും അവരുടെ നേതാക്കളെയൊക്കെ നേരിൽ കണ്ടുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ പിന്തുണ കോൺഗ്രസ്സിന് നൽകാമെന്ന് എസ് ഡി പി ഐ തീരുമാനിക്കുന്നത് എന്നും RSS സംഘപരിവാർ സംഘടനകൾക്ക് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതിന് വഴിയൊരുക്കുകയാണ് ഇതുവഴി സംഭവിക്കുന്നത് എന്നും ഇ പി ജയരാജൻ പറഞ്ഞു വെക്കുന്നു. എന്തിനാണ് ഇങ്ങനെ മെഴുകുന്നത് എന്നുള്ളതാണ്. എൽ ഡി എഫിനാണ് ഗുണം ചെയ്യുന്നത്. എസ് ഡി പി ഐ സഹായിച്ചിരുന്നെങ്കിൽ ഗുണം ചെയ്തേനെ. അവർ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് യു ഡി എഫിനെ. കേരളത്തിൽ എസ് ഡി പി ഐ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നുള്ള ഒരു വാർത്തയാണ് മുന്നോട്ട് വരുന്നത്. സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ആണ് ഇത് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ യു ഡി എഫിനെ സഹായിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 9 മണ്ഡലങ്ങളിൽ മത്സരിച്ച ഒരു പാർട്ടിയാണ് ഇത്തവണ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്ന എസ് ഡി പി ഐ. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചാൽ, വർത്തമാന ഇന്ത്യൻ സാഹചര്യം വിലയിരുത്തിയാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്നാണ് എസ് ഡി പി ഐയുടെ വാദം. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അതുകൊണ്ടാണ് അവരോടൊപ്പം സഹകരിക്കുന്നതെന്നും ആ നിലയിലാണ് യു ഡി എഫിന് മുൻഗണന നൽകിക്കൊണ്ട് അവരോടൊപ്പം പോകുവാൻ തീരുമാനിച്ചത് എന്നുമൊക്കെയാണ് എസ് ഡി പി ഐയുടെ വാദം. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലായിട്ട് ഏകദേശം 18 മണ്ഡലങ്ങളിലാണ് എസ് ഡി പി ഐയുടെ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. മറ്റിടങ്ങളിലൊക്കെ ബി ജെ പി വിരുദ്ധ ചേരിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ വലിയ മാറ്റങ്ങൾ, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബദൽ സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു രാഷ്ട്രീയ ബദൽ വളർത്തിയെടുത്തുകൊണ്ടുവരുന്നതിൻ്റെ ആവശ്യകത അങ്ങനെ വളർത്തിയെടുത്തുകൊണ്ടുവരികയാണ് എന്നാണ് പാർട്ടി സ്വീകരിക്കുന്ന ഓരോരോ രാഷ്ട്രീയ നിലപാടിൻ്റെയും ആത്യന്തികമായ താല്പര്യമെന്നുമൊക്കെയാണ് എസ് ഡി പി ഐയുടെ വാദമെന്ന് പറയപ്പെടുന്നത്. ഈ എസ് ഡി പി ഐയുടെ വാദം ഇങ്ങനെ നിലനിൽക്കുകയാണ്. എസ് ഡി പി ഐ വർഗീയ പാർട്ടിയാണ്, ഫാസിസ്റ്റ് ശക്തികളാണ്, പി എഫ് ഐ പോലുള്ള പാർട്ടികളുമായി ചേർന്ന് നിന്നുകൊണ്ട്, അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് എസ് ഡി പി ഐ എന്നൊക്കെ ഇന്ന് വാതോരാതെ പറയുന്ന ഇ പി ജയരാജൻ മനസ്സിലാക്കേണ്ടത് ഈ എസ് ഡി പി യുടെ അടക്കമുള്ള എല്ലാ പിന്തുണയും സ്വീകരിക്കുവാൻ തയ്യാറുള്ള നിങ്ങളുടെ പ്രസ്ഥാനത്തിന് എന്തുകൊണ്ടാണ് ഇന്ന് താങ്കൾ ഇങ്ങനെ യു ഡി എഫിന് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ കരഞ്ഞു മെഴുകാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരില്ലേ? നിങ്ങളോടൊപ്പമാണ് എസ് ഡി പി ഐ വന്നിരുന്നുവെങ്കിൽ അവർ വർഗീയ പ്രസ്ഥാനമാകില്ല, ഫാസിസ്റ്റ് പ്രസ്ഥാനമാകില്ല. നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നവരൊക്കെ മതേതരത്വ മുഖമുള്ളവരായി മാറുന്ന ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങളെ സഹായിക്കാത്തവരെ, നിങ്ങളോടൊപ്പം നിൽക്കാത്തവരെ, നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാത്തവരെ വർഗീയ മുഖം നൽകി ഈ ജാതിവെറിയുടെ മതത്തിൻ്റെയൊക്കെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്ത് അവരെ തേജോവധം ചെയ്യുവാനുള്ള ഒരു ശ്രമം നടത്തുന്ന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന തലതൊട്ടപ്പനായിട്ടുള്ള ഈ ഇ പി ജയരാജനെ പോലുള്ളവർ ഇങ്ങനെ കണ്ണീരിൽ കുതിർന്ന് വിലപിക്കരുത്, എസ് ഡി പി ഐ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട്. എസ് ഡി പി ഐ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണോ ഇത്രയും കാലം നിങ്ങൾ നടത്തിയത് എന്ന് പറയുക. യു ഡി എഫിന് അവർ പിന്തുണ പ്രഖ്യാപിക്കുന്നെങ്കിൽ അത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് ആ പാർട്ടിയെ തള്ളിപ്പറയുകയും അതിനോടൊപ്പം നിൽക്കുന്ന യു ഡി എഫ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ മതേതര മുഖത്തെ ഇല്ലായ്മ ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളും പാഴ്വേലയാണ് എന്ന് മറന്നു പോകരുത് ഇ പി ജയരാജൻ.
താങ്കൾക്ക് താങ്കളുടെ പാർട്ടിക്കൊക്കെ SDP അടക്കമുള്ളവരുടെ പിന്തുണ ലഭിച്ചിരുന്നുവെങ്കിൽ നിങ്ങളിങ്ങനെ സംസാരിക്കില്ലായിരുന്നു. നിങ്ങൾ അവരെ മതേതരത്തിൻ്റെ അപ്പോസ്തലന്മാരായി കണ്ടേനെ. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. PFI പോലുള്ള, അതായത് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള നിരോധിത സംഘടനകളുടെ രാഷ്ട്രീയ മുഖമാകുന്ന SDPI പോലുള്ളവർ ആർക്ക് പിന്തുണ നൽകിയാലും വളരെ സശ്രദ്ധം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.